നമസ്കാരം, എൻ്റെ ഒരു പ്രതീഷ് TSN ഓട്ടോമൊബൈൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വോൾവോ ഐസറിൻ്റെ ഏറ്റവും പോപ്പുലറായ 2049 എന്ന പ്രൊഡക്റ്റിനെ പറ്റിയിട്ടാണ്. 2049 നമുക്ക് രണ്ട് മോഡലിൽ വരുന്നുണ്ട്. 10 അടിയിലും 12 അടിയിലുമാണ് വണ്ടി വരുന്നത്. ഐസറിൻ്റെ 2049 വണ്ടി വരുന്നത് 1.8 മീറ്റർ ലെങ്തോടുകൂടി ടിൽറ്റബിൾ ക്യാബിനാണ് വരുന്നത്. DRL ലാമ്പുണ്ട്, പെഗാസിസ് എംബ്ലമാണ് ഇത് വരുന്നത്. 3 പീസ് ബമ്പറാണ് ഇതിൻ്റെ വരുന്നത്. പേസ്റ്റഡ് ഗ്ലാസ് ആണ്. ഈ വണ്ടിയുടെ എൻജിൻ പവർ എന്ന് പറയുന്നത് 100 HP എൻജിനാണ് ഇതിൻ്റെ പവർ വരുന്നത്. ഇത് 3 സിലിണ്ടർ 4 വാൽവ് എൻജിനാണ്. ടയർ സൈസ് വരുന്നത് 750/16 റേഡിയൽ ടയറിലാണ് ഈ വണ്ടി വരുന്നത്. 4 വീല് ഡിസ്ക് ബ്രേക്കാണ്. ഈ വണ്ടിയുടെ ലെങ്ത്ത് 10 അടിയിലും വരുന്നുണ്ട്, 12 അടിയിലും വരുന്നുണ്ട്. ഈ വണ്ടിയുടെ സർവീസ് വരുന്നത് 60,000 കിലോമീറ്ററിലാണ് ഈ വണ്ടി സർവീസ് വരുന്നത്. എൻജിൻ ഓയിൽ ചേഞ്ച് 60,000, ഗിയർ ബോക്സ് ഹൗസിംഗ് ഓയിൽ 1,20,000 കിലോമീറ്ററിലാണ് സർവീസ് വരുന്നത്. ഇതിൻ്റെ 4 വീല് ഡിസ്ക് ബ്രേക്കാണ്. ഇതിൻ്റെ എൻജിൻ വാറണ്ടി വരുന്നത് എൻജിനും ഗിയർ ബോക്സിനും 3 വർഷം കിലോമീറ്റർ പരിധിയില്ലാതെ വാറണ്ടിയാണ് വരുന്നത്. 1 വർഷം വണ്ടിക്ക് മൊത്തമായിട്ട് വാറണ്ടി വരുന്നുണ്ട്. ഈ വണ്ടി വരുന്നത് 12 അടിയിലാണ് നമ്മളിപ്പോൾ ഇത് ബോഡി ഇട്ടേക്കുന്നത്. ഇത് 12 അടി നീളവും 6.5 അടി വീതിയുമായിട്ടാണ് നമ്മൾ ബോഡി ചെയ്തേക്കുന്നത്. ഇത് കസ്റ്റമൈസ്ഡ് ബോഡിയാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ലിഫ്റ്റ് ജാക്കിങ് കൂടി ഉൾപ്പെടെയാണ് ഇത് വരുന്നത്. ഭാരമുള്ള സാധനങ്ങൾ വണ്ടിയിലേക്ക് ഈസി ആയിട്ട് ലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓട്ടോമേറ്റഡ് ലിഫ്റ്റ് സംവിധാനം നമ്മൾ ഇതിൽ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ കയറി ഇറങ്ങാൻ വേണ്ടിയിട്ട് 90 ഡിഗ്രി ആംഗിളിലാണ് ഇത് ഡോർ ഓപ്പണിംഗ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു വാക്ക് ത്രൂ ക്യാബിനാണ്. പവർ സ്റ്റിയറിംഗ് ആണ്. ഡ്രൈവറുടെ സൗകര്യാർത്ഥം ടിൽറ്റബിൾ ആൻഡ് ടെലസ്കോപ്പിക് പവർ സ്റ്റിയറിംഗ് ആണ് നമ്മളുടെ ഐസറിൻ്റെ ഈ വണ്ടിക്ക് വരുന്നത്. ഇതിൻ്റെ സീറ്റ് നമുക്ക് ഫ്രണ്ടിലേക്കും പുറകിലേക്കും ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ വണ്ടിയുടെ ഗിയർ വരുന്നത് കാറുകളുടെ ഇതുപോലെ ഹൈബ്രിഡ് ഗിയറാണ് വരുന്നത്. ഈസി ആയിട്ട് ഗിയർ ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മളുടെ ഐസർ എല്ലാ വണ്ടികളിലും ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. നമുക്കത് ഒരു 35 കിലോമീറ്റർ സ്പീഡിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സ്പീഡ് നമുക്ക് ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ബ്രേക്കേജ് വരുവാണെങ്കിൽ ക്ലച്ച്, ആക്സിലേറ്റർ, കേബിൾ ഇതിലേതെങ്കിലും അപ്ലൈ ചെയ്ത് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്രൂസ് കൺട്രോൾ റിലീസ് ആവുകയും ചെയ്യും. വണ്ടി നോർമൽ രീതിയിൽ തന്നെ വണ്ടി ഓടിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നമുക്ക് ഈ വണ്ടിയിൽ സ്റ്റീരിയോ ഇൻബിൽട്ടായിട്ട് വരുന്നുണ്ട്. AC നമുക്ക് ഓപ്ഷനായിട്ട് ചെയ്യാവുന്നതാണ്. ഈ വണ്ടി നമുക്ക് 3 മോഡിലാണ് വരുന്നത്. പവർ മോഡാണ് സ്റ്റാൻഡേർഡായിട്ട് വരുന്നത്. നമുക്കിത് ഇക്കോ മോഡ്, പവർ മോഡ്. ഇത് 100 HP എൻജിൻ പവറാണ് ഇതിന് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും ഇപ്പോൾ കാലിക്കൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് അത്രയും പവർ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇക്കോ പ്ലസ് എന്ന് പറഞ്ഞ സ്വിച്ച് ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയുടെ മൈലേജ് കുറച്ചധികം കൂട്ടാൻ സാധിക്കും. പകുതി ലോഡ് ഉണ്ടെങ്കിൽ ഇക്കോ എന്ന് പറഞ്ഞ സ്വിച്ച് ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി തന്നെ എൻ്റെ പവർ സെൻസ് ചെയ്ത് ആവശ്യമുള്ള പവർ എടുത്തിട്ടാണ് വണ്ടി മുന്നോട്ട് പോകുന്നത്. ഫുൾ ലോഡാണ് വരുന്നതെങ്കിൽ നമുക്ക് പവർ മോഡിൽ തന്നെ വണ്ടി ഓപ്പറേറ്റ് ചെയ്യാം. ഈ വണ്ടി വോൾവോ ഡിസൈൻ ചെയ്തതായതുകൊണ്ട് ഇവർ സേഫ്റ്റിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഡുവൽ പാനലാണ് വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് വണ്ടിയുടെ സ്റ്റിയറിംഗ്, സാധാരണ വണ്ടി ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വന്ന് നമ്മളുടെ ചെസ്റ്റിലിടിച്ചിട്ട് ഡ്രൈവർക്ക് ഇഞ്ചുറി ആണ് വരാൻ സാധ്യത കൂടുതൽ. ഈ വണ്ടിയിൽ കൊളാപ്സൽ സ്റ്റിയറിംഗ് ആയതുകൊണ്ട് ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ വണ്ടിയുടെ സ്റ്റിയറിംഗ് താഴേക്ക് ഇറങ്ങി പോവുകയും അതുമൂലം ഡ്രൈവർക്ക് സേഫ്റ്റി ആയിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് നമ്മുടെ ഈ വണ്ടിയുടെ വിശേഷങ്ങൾ. വോൾവോ ഐസറിൻ്റെ മറ്റു വണ്ടികളുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് TSN ഓട്ടോമൊബൈൽസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയ വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി വരുന്നത് വരെ നന്ദി.